നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ സിം കാർഡ് ഉണ്ട്, ഈ ഒരു സിം കാർഡൊക്കെ റീചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ഇനി മുതൽ നിങ്ങളുടെ സിം കാർഡ് ഡീആക്റ്റീവ് ആകാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ വലിയ എമൗണ്ട് ഒന്നും ചെയ്യേണ്ട, വെറും തുച്ഛമായ എമൗണ്ട് മാത്രം റീചാർജ് ചെയ്താൽ മതി. വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ്. ഈ റീചാർജ് എന്ന് പറയുന്നത് വളരെ തലവേദന പിടിച്ചൊരു കാര്യമാണ്. പല ആളുകൾക്കും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ സിം കാർഡ് കാണും. പുതിയ നിയമപ്രകാരം 199 രൂപയുടെ റീചാർജിൽ കുറച്ച് റീചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിം കാർഡ് ഒരു ഗ്രേസ് കാലാവധി കഴിയുമ്പോൾ കട്ടായി പോകും. പക്ഷേങ്കിൽ 11 കൊല്ലം മുമ്പ് ട്രായ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു ഭേദഗതി ആരും അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ഈ ഒരു ഭേദഗതി പുതുക്കിക്കൊണ്ട് ട്രായ് വന്നിരിക്കുകയാണ്. ഇനി ഒന്നോ രണ്ടോ മൂന്നോ സിം ഉള്ള ആളുകൾക്ക് ഈ ഒരു സിം കാർഡ് കട്ടാകാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു 199 അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് ചെയ്യേണ്ട. സിം കാർഡ് കട്ടാകാതിരിക്കാൻ എത്ര രൂപയുടെ റീചാർജ് ആണ് ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെയാണ് ആ ഒരു സിം കാർഡിൽ ചെയ്യേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം, ടെലികോം മേഖലയിലേക്ക് ജിയോ എന്ന് പറയുന്ന ഒരു കമ്പനി വന്നോടുകൂടി നമുക്ക് ഡാറ്റ ഫ്രീ ആയിട്ട് ലഭിക്കുകയും ഈ ഒരു ഡാറ്റ ഇല്ലാതെ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പറ്റാതെ ആയുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പല ആളുകളും ഒന്നും രണ്ടും സിം അല്ലെങ്കിൽ ഒരുപാട് സിമ്മുകളൊക്കെ നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ മൊബൈലിൽ സൂക്ഷിക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു റീചാർജിന്റെ എമൗണ്ട് ഒക്കെ അങ്ങ് കൂടിക്കഴിഞ്ഞപ്പോൾ ഇതൊരു ബാധ്യതയായിട്ട്, ഈ ഒരു സിം കാർഡ് ഒരു ബാധ്യതയായിട്ട് എല്ലാവർക്കും മാറിയിരിക്കുകയാണ്. കാരണം എപ്പോഴും നമുക്ക് ഈ ഒരു സിം കാർഡ് എല്ലാം തന്നെ റീചാർജ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് 199 രൂപയുടെ റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ജിയോ, എയർടെൽ, VI പോലുള്ള നമ്പറുകൾ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്ഥലത്ത് നമുക്ക് BSNL മാത്രമാണ് കുറച്ച് ആശ്വാസം തരുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു അറുതി ഇട്ടുകൊണ്ട് ട്രായുടെ ഏറ്റവും പുതിയ ഒരു ഭേദഗതി ബില്ല് പാസ്സായിരിക്കുകയാണ്. ഇത് 11 കൊല്ലം മുമ്പ് പാസ്സായ ഒരു ഭേദഗതി ബില്ലാണ്. ഇത് വീണ്ടും പുതുക്കി ഒന്ന് പൊടി തട്ടിയിട്ട് ട്രായ് കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇനി മുതൽ 199 രൂപയുടെ റീചാർജ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് വെറും 20 രൂപ മെയിൻ ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ, അക്കൗണ്ട് മീൻസ് നമ്മുടെ സിം കാർഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിം കാർഡ് നമുക്ക് 30 ദിവസത്തേക്ക് കൂടി എക്സ്റ്റൻഡ് വാലിഡിറ്റി ആഡായി കിട്ടും. ഈ ഒരു 20 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ സിം കാർഡ് മെയിൻ ബാലൻസ് നിന്നും കട്ടാക്കിയതിനു ശേഷം ഒരു 30 ദിവസം കൂടി നമുക്ക് വാലിഡിറ്റി തരണം. ട്രായുടെ ഈ ഒരു 11 വർഷം മുമ്പുള്ള ബില്ല് ഭേദഗതി ചെയ്തിട്ട് ഇപ്പോൾ 2025 വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ഒരു വിവരം ട്രായ് പുറത്തു വിട്ടിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ, എയർടെൽ, VI പോലുള്ള കമ്പനികൾ നമുക്ക് കാലാവധി തരുന്നത്, റീചാർജ് ഇല്ലാതെ സിം കാർഡ് ഡീആക്റ്റീവ് ആകാതിരിക്കാനുള്ള കാലാവധി തരുന്നത് 90 ദിവസമാണ്. എയർടെൽ നമുക്കൊരു 15 ദിവസത്തെ ഗ്രേസ് കാലാവധി കൂടി തരും. ബാക്കി രണ്ട് കമ്പനികളും നമുക്ക് ഏകദേശം 90 ദിവസത്തിനുള്ളിൽ ഡീആക്റ്റീവ് ചെയ്യും. BSN ആണെങ്കിൽ അത് 180 ദിവസം, ഏകദേശം 6 മാസത്തെ കാലാവധി തരുന്നുണ്ട്. അതിനുശേഷം മറ്റൊരാളുടെ പേരിലേക്ക് ഈ ഒരു സിം കാർഡ്, നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സിം കാർഡ് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് ജിയോ, എയർടെൽ, VI പോലുള്ള കമ്പനികളാണെങ്കിൽ ഇനി മുതൽ 20 രൂപ മെയിൻ ബാലൻസ് ഇടുക. 20 രൂപയുടെ റീചാർജ് അല്ല, 20 രൂപ മെയിൻ ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്താൽ ഒരു 50 രൂപ അല്ലെങ്കിൽ 30 രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ബാലൻസിലേക്ക് 20 രൂപ നമുക്ക് കിട്ടും. ഈ ഒരു 20 രൂപയുടെ മെയിൻ ബാലൻസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് നമ്മുടെ സിം കാർഡിൽ നിന്നും മെയിൻ ബാലൻസിൽ നിന്നും കട്ട് ചെയ്തുകൊണ്ട് അടുത്ത 30 ദിവസത്തേക്ക് കൂടി ഒരു എക്സ്റ്റൻഡ് വാലിഡിറ്റി കിട്ടും. എപ്പോഴും നമുക്ക് ഈ ഒരു 20 രൂപ മെയിൻ ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സിം കാർഡിൽ മെയിൻ ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ വീണ്ടും 30 ദിവസത്തേക്ക് ആഡ് ആയി പോവുകയും നമ്മൾ ഒന്നോ രണ്ടോ സിം കാർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിം കാർഡ് ഡീആക്റ്റീവ് ആകാതിരിക്കുകയും ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് എബ്രോഡ് ഒക്കെ പോകുന്ന ആളുകൾ, ഇന്ത്യയിൽ വെളിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പോകുന്ന ആളുകൾക്കാണ് ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ യൂസ് ആകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവർക്കൊക്കെ ഈ ഒരു റീചാർജ് ചെയ്യണം. ഇന്ത്യയിൽ വെളിയിൽ ജോലിയുള്ള ആളുകൾക്ക് സിം കാർഡൊക്കെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ബൾക്കായുള്ള റീചാർജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുള്ളൂ. ഇനി ആ ഒരു കാര്യത്തിന് അറുതി വന്നിരിക്കുകയാണ്. വെറും 20 രൂപ റീചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിം കാർഡ് എല്ലാം ആക്റ്റീവ് ആയിട്ട് തന്നെ ചെയ്യാം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.